ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഓരോ ദിവസവും മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ദിവസങ്ങൾ എണ്ണി നീക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സഹോദരി നിമിഷപ്രിയ എന്ന് പറയുന്ന സുഹൃത്ത്. തീർച്ചയായിട്ടും ഓരോ ദിവസം പോയും ആരെങ്കിലും എങ്ങനെയെങ്കിലും തന്നെ സഹായിക്കും, തനിക്ക് ഒരു ജയിൽ മോചനം സാധ്യമാകും എന്ന പ്രതീക്ഷയിലാണ് ആ സഹോദരി ജയിലിൽ കഴിയുന്നത്. എന്നിരുന്നാലും ആരാണ് നിമിഷപ്രിയ, എന്താണ് അവിടുത്തെ കേസിൻ്റെ സ്ഥിതി, ഇനിയും രക്ഷപ്പെടാനും അതുപോലെ തന്നെ ദിയാധനം കൊടുത്തുകൊണ്ട് ജയിൽ മോചിതയാകാനും നമ്മുടെ നിമിഷപ്രിയക്ക് സാധിക്കുമോ എന്ന് നമുക്ക് പരിശോധിക്കാം. നിമിഷപ്രിയ എന്ന് പറയുന്നത് പാലക്കാട് കൊല്ലങ്ങാട് സ്വദേശിയാണ്. നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ നേഴ്സിംഗ് പഠനം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ പഠനം പൂർത്തിയാക്കാൻ വേണ്ടി ആ സഹോദരിക്ക് സാധിച്ചില്ല. അപ്പോഴാണ് യമനിലേക്ക് ജോലി സന്നദ്ധാർത്ഥം ജോലി തേടി പോകുന്നത്. അങ്ങനെ യമനിലെ സന എന്ന് പറയുന്ന പ്രദേശത്ത് നമ്മുടെ ആ ഒരു ഹോസ്പിറ്റലിൽ നേഴ്സായിട്ട് നമ്മുടെ നിമിഷപ്രിയക്ക് ഒരു ജോലി അവിടെ തരപ്പെടുകയാണ്. അങ്ങനെ ജോലി നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ 2011 നാട്ടിലേക്ക് തിരിച്ചു വരുന്നതും അതിനുശേഷം നാട്ടിൽ ഇടുക്കി സ്വദേശിയായ ഒരാളെ കല്യാണം കഴിക്കുകയും ചെയ്യുകയാണ്. അതിനുശേഷവും നിമിഷപ്രിയ നിർത്തുന്നില്ല, തിരിച്ച് വീണ്ടും യമനിലേക്ക് പോവുകയാണ്. അങ്ങനെ 2014 സ്വന്തമായിട്ട് തനിക്ക് അവിടെ ഒരു ക്ലിനിക്ക് തുടങ്ങണം എന്നുള്ള ഒരു ആഗ്രഹം നമ്മുടെ നിമിഷപ്രിയക്ക് വരുന്നത്. അവിടെ ക്ലിനിക്ക് തുടങ്ങണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അറബി രാജ്യങ്ങളിലൊക്കെ അവിടുത്തെ പൗരന്മാരുടെ പങ്കാളിത്തം നിർബന്ധമാണ്. എന്നിരുന്നാൽ മാത്രമേ അവിടെ സ്വന്തമായിട്ടൊരു ബിസിനസ്സോ അല്ലെങ്കിൽ ക്ലിനിക്ക് പോലത്തെ സ്ഥാപനങ്ങളൊക്കെ തുടങ്ങാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അപ്പോൾ അവിടെയുള്ള ഒരാളെ പരിചയപ്പെടുകയാണ്. അങ്ങനെ പരിചയപ്പെട്ട ഒരാളാണ് നമ്മൾ ഈ പറയുന്ന തെലാൽ എന്ന് പറയുന്ന യമൻ പൗരൻ. പക്ഷേ തുടക്കത്തിലൊന്നും യാതൊരു പ്രശ്നങ്ങളും അദ്ദേഹം കാണിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ വിശ്വസിക്കുന്നു. അദ്ദേഹത്തിന് ഒരു ബിസിനസ് പങ്കാളിയായിട്ട് നമ്മുടെ നിമിഷപ്രിയ ഒപ്പരം കൂട്ടുകയാണ്. അങ്ങനെ അവിടെ ക്ലിനിക്ക് തുടങ്ങി തൻ്റെ ജീവിതം കരപ്പിടിപ്പിക്കാമെന്നുള്ള ഒരു ശുഭപ്രതീക്ഷയിൽ തന്നെയാണ് ആ സാധുവായ സ്ത്രീ അവിടെ അങ്ങനെ ഒരു ബിസിനസ് തിരഞ്ഞെടുക്കാൻ വേണ്ടിയുള്ള കാരണം. അപ്പോൾ ബിസിനസ് കുറച്ചിങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അവിടെ കുറച്ച് കസ്റ്റമറും കാര്യങ്ങളൊക്കെ വരുന്നു. ഡെവലപ്മെൻ്റ് ആയി തുടങ്ങിയ സമയത്ത് തന്നെ തുടക്കത്തിൽ തന്നെ കല്ല് കടിച്ചുകൊണ്ട് നമ്മുടെ തെലാലിൻ്റെ ഒരു ദുരുപയോഗമായ മദ്യത്തിനും അതുപോലെ തന്നെ മയക്കുമരുന്നിനും എല്ലാം അഡിക്റ്റായ ഒരു മനുഷ്യനായിരുന്നു ഈ തെലാൽ എന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ. അദ്ദേഹം വൃത്തികെട്ട രീതിയിലുള്ള പെരുമാറ്റങ്ങളും അതുപോലെ തന്നെ സ്വഭാവങ്ങളും അതുപോലെ ആക്രമണങ്ങളും പൈസയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും എല്ലാം തന്നെ നിമിഷപ്രിയക്ക് എതിരായിട്ട് തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ യാതൊരു നിലക്കും നിമിഷപ്രിയക്ക് അതിൽ പൊരുത്തപ്പെടാൻ വേണ്ടി സാധിക്കാതെ വരികയാണ്. അങ്ങനെ നിരന്തരമായ പീഡനങ്ങളും അതുപോലെ തന്നെ എല്ലാ ആട്ടും തുപ്പുകളും എല്ലാം സഹിച്ചതിന് ശേഷം വീണ്ടും അത് തുടർന്നപ്പോഴാണ് നിമിഷപ്രിയക്ക് ഈ ഒരു വല്ലാത്ത ഒരു കൊലപാതകം എന്നുള്ള ഒരു മൈൻഡിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത്. അതിനുശേഷം അവരുടെ സുഹൃത്തായ സ്ത്രീയുടെ സഹായത്തോടു കൂടി ഇദ്ദേഹത്തെ ഇഞ്ചക്ഷൻ വെച്ച് കൊലപ്പെടുത്തിയ ശേഷം അദ്ദേഹത്തിൻ്റെ ശരീരം വെട്ടിനുറുക്കി മുകളിലുള്ള വാട്ടർ ടാങ്കിൽ നിക്ഷേപിക്കുകയാണ് നിമിഷപ്രിയയും അവരുടെ സുഹൃത്തും ചെയ്തത്. അത് തന്നെയാണ് കുറ്റം. അതുകൊണ്ട് തന്നെയാണ് നിമിഷപ്രിയക്ക് 2017 ഈ കൊലപാതകം നടക്കുന്നത്. ആ സമയത്ത് തന്നെയാണ് ഈ വധശിക്ഷ അവിടുത്തെ കോടതി വിധിക്കുന്നതും. ഏകദേശം ഇപ്പോൾ ജയിലിൽ തന്നെയാണ് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് നിമിഷപ്രിയ. ഒരുപാട് 2020 തന്നെ ആക്ഷൻ കമ്മിറ്റികൾ രൂപീകരിച്ചുകൊണ്ട് ഈ ഒരു ഉദ്യമത്തിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കാൻ വേണ്ടിയുള്ള സമ്മർദ്ദങ്ങൾ പല ഭാഗത്തു നിന്നും, നമ്മുടെ രാജ്യത്തിൻ്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ നമ്മുടെ സ്റ്റേറ്റിൻ്റെ ഭാഗത്തു നിന്നും എല്ലാം തന്നെ നടത്തുകയും അതുപോലെ മുന്നോട്ട് പോവുകയും എല്ലാം തന്നെ ചെയ്തിരുന്നു. അവസാന ഘട്ടത്തിലാണ് നമുക്ക് ഒരു ആശ്വാസം എന്ന നിലയ്ക്ക് ഒരു വാക്ക് അവരുടെ ഭാഗത്ത് നിന്ന് കിട്ടിയത്. ദിയാധനമായി ഏകദേശം $1 മില്യൺ, ഏകദേശം 8.59 കോടി രൂപ, ഏകദേശം 9 കോടി രൂപയുടെ അടുത്തായിട്ട് വരുന്ന ഒരു സംഖ്യ അവർക്ക് കൊടുത്താൽ നിമിഷപ്രിയക്ക് ജയിൽ മോചനം സാധ്യമാകും എന്നുള്ള ഒരു ശുഭവാർത്ത അവിടെ നിന്ന് പുറത്തു വരികയാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് പ്രതീക്ഷിച്ചു. കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ജയിൽ മോചിതരാകും, അത് കൊടുക്കാമെന്നുള്ള ഒരു അപേക്ഷ വരെ മുന്നോട്ട് വെക്കുകയും ചെയ്തു. പക്ഷേ ഈ യമൻ എന്ന് പറയുന്ന സ്ഥലത്ത് ഇപ്പോൾ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് അവിടെ ഹൂത്തികളാണ്. അവിടെ നമ്മുടെ പോലത്തെ ഒരു ജനാധിപത്യ ഗവൺമെൻറ് ഒന്നും അവിടെ അധികാരത്തിലില്ല. അവർ ഗോത്രവർഗ നേതാക്കളാണ് അവിടുത്തെ ഭരണങ്ങളെല്ലാം കൈയാളിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എത്രമാത്രം അവരെ സ്വാധീനിക്കാൻ നമ്മുടെ രാജ്യങ്ങൾക്ക് അത്ര പെട്ടെന്ന് സാധിക്കുകയില്ല. പക്ഷേ ഒരു കാര്യമുണ്ട്, നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പോലെ ഒരുപാട് ബഹുരാജ്യങ്ങളുമായിട്ട് ഇടപഴക്കവും അതുപോലെ തന്നെ സ്വാധീനവുമുള്ള അദ്ദേഹത്തിന് ഈ യമൻ എന്ന് പറയുന്ന രാജ്യത്തെ ഹൂത്തികൾക്ക് മറ്റ് ചില രാജ്യങ്ങളുമായിട്ട് ഒരുപാട് അടുത്ത കണക്ഷൻ, നല്ല ബന്ധങ്ങളുണ്ട്. ചുരുക്കി പറയുകയാണെങ്കിൽ ഇറാൻ അല്ലെങ്കിൽ ഖത്തർ എന്ന് പോലുള്ള രാജ്യങ്ങൾ അവരെ കയ്യിലെടുത്ത ശേഷം എന്തെങ്കിലും ഒരു മധ്യസ്ഥ ശ്രമം പുതുതായിട്ട് നടത്താൻ വേണ്ടി കഴിയുമോ എന്ന്
മാത്രമാണ് നമുക്ക് ഇനി അറിയാനുള്ളത്. കാരണം ഏകദേശം അവരുടെ വധശിക്ഷ നടപ്പാക്കാൻ വേണ്ടി ഇനി ഒരാഴ്ച മാത്രമേ മുന്നിലുള്ളൂ. അതേപോലെ തന്നെ അവിടുത്തെ ഗവൺമെൻറ് അവസാന ഓർഡർ പുറത്തിറക്കിയതിന് ശേഷം ജയിൽ അധികൃതർക്ക് അത് കൈമാറുകയും അതുപോലെ സൗദിയിലുള്ള ഇന്ത്യൻ എംബസിയെ ആ കാര്യം അറിയിക്കുകയും ചെയ്തു. അതോടുകൂടി ലീഗലായിട്ടുള്ള എല്ലാ പരിപാടികളും അവസാനിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ വേണ്ടി. ഇനി ഏക പ്രതീക്ഷ എന്ന് പറയുന്നത് നമ്മുടെ പ്രധാനമന്ത്രിയും നമ്മുടെ കേന്ദ്ര സർക്കാരും മറ്റ് ഹുത്തികളുമായി ബന്ധപ്പെട്ട് ഇടപഴകുന്ന രാജ്യങ്ങളെ കയ്യിലാക്കിയതിന് ശേഷം ഒരു മധ്യസ്ഥ ശ്രമം നടത്തിയത് കൊണ്ട് അവരുടെ ധ്യാതനമായി അവർ ആവശ്യപ്പെട്ട തുകയോ അല്ലെങ്കിൽ അതിൽ കുറച്ച് അധികം തുകയോ ആവശ്യപ്പെടാൻ വേണ്ടി സാധ്യതയുണ്ട്. അത് കൊടുത്ത ശേഷം ഈ കൊലക്കുറ്റം മാറ്റിയെടുക്കുക, അബ്ദുറഹീമിനെ നടത്തിയതുപോലെയുള്ള ഒരു മാപ്പ് അവരുടെ കുടുംബത്തിൽ നിന്ന് നേടിയെടുക്കുക എന്നുള്ളത് മാത്രമാണ് ഇനി അവസാനമായി ചെയ്യാനുള്ള ഒരു ഏക പോംവഴി എന്നുള്ളത്. അതില്ലാത്ത കാലത്തോളം യമൻ എന്ന് പറയുന്നത്, ഈ ഒരു കേസ് എന്ന് പറയുന്നത് 10,000-ലോ അല്ലെങ്കിൽ ലക്ഷത്തിലോ പെട്ട ഒരു കേസ് മാത്രമായിരിക്കാം. പക്ഷേ നമ്മുടെ കേരളത്തിന് അങ്ങനെയല്ല. നമ്മുടെ വിലപ്പെട്ട ഓരോ ജീവനും നമുക്ക് വിലപ്പെട്ടത് തന്നെയാണ്. നമ്മുടെ ഒരു സഹോദരി തന്നെയാണ് അവിടെ കിടക്കുന്നത്. ഒരുപാട് ആൾക്കാർ ഞാൻ വീഡിയോ ചെയ്തപ്പോൾ അതിൻ്റെ താഴെ എന്നോട് ചോദിച്ചിരുന്നു, എന്താണ് ആ സഹോദരി ചെയ്ത കുറ്റമെന്ന് താങ്കൾക്കറിയാവോ, താങ്കൾ ന്യായീകരിക്കുന്നുണ്ടല്ലോ. ഞാൻ ആ കൊലപാതകത്തെ യാതൊരു കാരണവശാലും ന്യായീകരിക്കുന്നില്ല. നിമിഷപ്രിയ എന്ന് പറയുന്ന സ്ത്രീ അദ്ദേഹത്തെ കൊലപ്പെടുത്താനെടുത്ത തീരുമാനം 100% തെറ്റായിരുന്നു. അത് ചെയ്തത് തെറ്റാണ്. അറബി രാജ്യങ്ങളിൽ അങ്ങനെ ഒരു സമ്പ്രദായമില്ല. എന്തായാലും കൊലക്കുറ്റം ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് തലവെട്ടുക അല്ലെങ്കിൽ അവരുടെ ജീവൻ എടുക്കുക എന്ന് തന്നെയാണ് ഇവിടുത്തെ നിയമം. അതിനെ ഞാൻ അനുകൂലിക്കുന്നുണ്ട്. പക്ഷേ ആ സ്ത്രീ ആ കുറ്റത്തിലേക്ക് കടക്കാനുണ്ടായ സാഹചര്യത്തെയാണ് ഞാനൊരു മനുഷ്യത്വപരമായി ഞാൻ കാണുന്നത്. കാരണം തീർച്ചയായിട്ടും ആ സ്ത്രീത്വത്തിനും അവരുടെ മാനസികവും ശാരീരികവുമായ പരിക്കേൽപ്പിക്കുകയും അവയെ ഉപദ്രവിക്കുകയും ചെയ്യുക എന്നുള്ള സ്വഭാവം തലാൽ എന്ന് പറയുന്ന ഈ വ്യക്തി പ്രകടിപ്പിക്കുകയും അത് പൊറുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ വന്നപ്പോൾ മാത്രമാണ് നിമിഷപ്രിയ അതിനെതിരെ പ്രതികരിച്ചതും ഇങ്ങനത്തെ ഒരു മോശമായ തീരുമാനത്തിലേക്ക് പോയതും. അവരുടെ മാനസിക സമ്മർദ്ദം അത് മാത്രമാണ് ഞാൻ കണക്കിലെടുക്കുന്നത്. അതുകൊണ്ടാണ് മനുഷ്യത്വം വെച്ചുകൊണ്ട് നമ്മൾ അവരുടെ ജീവന് വേണ്ടി പ്രാർത്ഥിക്കണം. അവർക്ക് വേണ്ടി എല്ലാ ഇതിനും നമ്മൾ ചെയ്യണമെന്ന് ഞാൻ പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം, കമൻറ്റ് ബോക്സുകളിൽ വന്ന മെസ്സേജാണ്. ഒരുപാട് മോശകരമായ മെസ്സേജുകളും നമുക്ക് നല്ല മെസ്സേജുകളും നമുക്ക് കിട്ടുകയുണ്ടായി. അതുകൊണ്ട് തന്നെയാണ് ഏതൊരു സ്ത്രീയാണ്, നിങ്ങളും ഒരു സ്ത്രീയാണെങ്കിൽ നിങ്ങൾക്ക് ചിന്തിച്ച് നോക്കിയാൽ നിങ്ങളുടെ മാനത്തിനോ അല്ലെങ്കിൽ നിങ്ങളുടെ ശരീരത്തിനോ അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിനോ ഒരുവർക്കും പൊരുത്തപ്പെടാത്ത രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് ചെറുത്ത് നിൽക്കാൻ വേണ്ടി സാധിക്കാതെ വന്നാൽ അവസാനം നമ്മൾ എടുക്കുന്ന ഒരു പോംവഴിയായിരിക്കും മരണം. അങ്ങനെയാണ് ആ സാധുവായ നമ്മുടെ നിമിഷപ്രിയ എന്ന് പറയുന്ന സഹോദരിയും അതിലേക്ക് നീങ്ങിയത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നിമിഷപ്രിയയ്ക്ക് വേണ്ടി ഞാൻ വാദിക്കുന്നത്. തീർച്ചയായിട്ടും നല്ലൊരു വാർത്ത നമ്മുടെ കേന്ദ്ര സർക്കാരിൻ്റെ ഇടപെടൽ കൊണ്ട് മറ്റ് അയൽ രാജ്യങ്ങളായ ഇറാൻ അല്ലെങ്കിൽ ഖത്തർ എന്നുപോലുള്ള രാജ്യങ്ങളുടെ ഇടപെടൽ കൊണ്ട് തീർച്ചയായിട്ടും നാളെ സുപ്രഭാതത്തിൽ നല്ലൊരു വാർത്ത നമ്മുടെ നിമിഷപ്രിയയ്ക്ക് ജയിൽ മോചനം സാധ്യമാകും. പണം മാത്രം കൊടുത്താൽ മതി എന്നുള്ള ഒരു വാർത്ത കേൾക്കാൻ ഇടവരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. തീർച്ചയായിട്ടും അങ്ങനെ ഒരു പുലരി നമുക്കും ഉണ്ടാകും. അതുപോലെ തന്നെ നിമിഷപ്രിയ എന്ന് പറയുന്ന സഹോദരി ജയിലിൽ ഓരോ സമയവും ഇങ്ങനെ നീക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എത്ര ദിവസങ്ങൾ മാത്രമേ മുന്നിലുള്ളൂ എന്നും ഇപ്പോഴും അവർ വാതിൽ അടച്ചിട്ടില്ല എന്നും നമുക്ക് ധ്യാതനം കൊടുത്തുകൊണ്ട് അവരുടെ കുടുംബങ്ങളെ സമാധാനപ്പെടുത്തിക്കൊണ്ട് നല്ലൊരു തീരുമാനത്തിലേക്ക് എത്താൻ തീർച്ചയായിട്ടും നമ്മുടെ കേന്ദ്ര സർക്കാർ വിചാരിക്കുകയാണെങ്കിൽ മാത്രമേ ഇനി നടക്കുകയുള്ളൂ. നിയമത്തിൻ്റെ എല്ലാ വാതിലുകളും അടഞ്ഞിരിക്കുകയാണ്. ഇനി യാതൊരു പോംവഴിയും നിയമത്തിൻ്റെ വഴിയിലേക്ക് ഇനിയില്ല. ഇനി ഒരു അപ്പീൽ പോകാനുമില്ല. വിചാരണ കോടതിയുടെ നടപടികളെല്ലാം തന്നെ കഴിഞ്ഞിരിക്കുകയാണ്. ലീഗലായിട്ടുള്ള നോട്ടീസ്, അവർ ജയിലധികൃതർക്ക് തൂക്ക് കൊല്ലാനുള്ള അല്ലെങ്കിൽ വെടിവെച്ച് കൊല്ലാനുള്ള അപേക്ഷ അല്ലെങ്കിൽ അതിൻ്റെ പകർപ്പ് തീർച്ചയായിട്ടും മാറി എന്നുള്ളതാണ്. ഇനി യാതൊരു നടപടിയും ശേഷിക്കുന്നില്ല. ഏതാനും മണിക്കൂറുകൾ അല്ലെങ്കിൽ ഏതാനും ദിവസങ്ങൾ മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ. തീർച്ചയായിട്ടും ഇനി കേന്ദ്ര സർക്കാരിൻ്റെ ഒരു നടപടികൾ കൊണ്ട് മാത്രമേ അത് സാധിക്കുകയുള്ളൂ. ഇന്ത്യയിലെ ഭരണകക്ഷി പ്രതിപക്ഷത്തുള്ള കോൺഗ്രസും അതുപോലെ തന്നെ മാർക്സിസ്റ്റ് പാർട്ടിയും എല്ലാം തന്നെ കേന്ദ്ര ഗവൺമെൻറ്റിനോട് എത്രയും പെട്ടെന്ന് ആക്ഷൻ നടപടികളിലേക്ക് നീങ്ങണമെന്നും ആ സ്ത്രീയുടെ ജീവൻ സംരക്ഷിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് കത്ത് നൽകിയിട്ടുണ്ട്. തീർച്ചയായിട്ടും നാളെ പുലരിയിൽ അങ്ങനത്തെ ഒരു തീരുമാനം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ നിമിഷപ്രിയ തീർച്ചയായിട്ടും തിരിച്ചു വരും. അവരുടെ മകൾക്ക് ഒരു അമ്മയെ തിരിച്ചു കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ നമ്മൾ കാത്തിരിക്കുകയാണ്. വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരുന്നവരെ നന്ദി, നമസ്കാരം.